തിരുവനന്തപുരം പാപ്പനംകോട്ടെ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന സംശയം. തീപിടുത്തത്തിൽ ജീവനക്കാരിയായ വൈഷ്ണയും ഒരു പുരുഷനുമാണ് മരിച്ചത്. മരിച്ച പുരുഷൻ വൈഷ്ണയുടെ ഭർത്താവ് ബിനു എന്നാണ് സംശയം. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നതായും സംശയമുണ്ട്. സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. ന്യൂ ഇന്ത്യ അഷുറൻസ് ഏജൻസിയുടെ ഓഫീസിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. അതേസമയം സ്ഥാപനം പ്രവർത്തിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളൊന്നും കെട്ടിടത്തിൽ ഇല്ലെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. സംഭവസ്ഥലം കാണുമ്പോൾ ഇതുപോലൊരു സ്ഥാപനം പ്രവർത്തിക്കാനുള്ള കഴിയുന്ന തരത്തിലുള്ള സൗകര്യം അതിനകത്തില്ലെന്ന് ആണ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. അതിനുള്ള ഇടമില്ലല്ലോ. വളരെ ചെറിയ ഒരു ഭാഗമാണ് ആ സ്ഥാപനത്തിന് വേണ്ടിയുള്ള സ്ഥലം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. വൈഷ്ണവ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. രണ്ടുപേരുടെ മരണത്തിൽ ഒരാളിനെ വ്യക്തമായ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹത ഉയരുകയാണ്. അതുപോലെ തന്നെ തീപിടുത്തത്തിൻ്റെ കാരണം സംബന്ധിച്ച് ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇവയിൽ എന്തെങ്കിലും വ്യക്തത ഇതിനോടകം വന്നിട്ടുണ്ടോ? വിഷ്ണു, നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ ഉള്ളതായിട്ടാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. അതിൽ ഈ മരിച്ച വൈഷ്ണവയുടെ ഭർത്താവിനെ മിസ്സിംഗ് ആണെന്നൊരു വിവരവുമുണ്ട്. അതായത് ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മരണപ്പെട്ട പുരുഷൻ വൈഷ്ണവയുടെ ഭർത്താവാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില സംശയം പോലീസിനും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈഷ്ണവയുടെ ഭർത്താവ് ബിനുവിനായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും നിലവിൽ അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും സംഭവ സ്ഥലത്ത് ഫോറൻസിക്കിൻ്റെ വിദഗ്ധ സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇലക്ട്രിസിറ്റി വിഭാഗത്തിൻ്റെ വിദഗ്ധ സംഘവും എത്തി ഫോറൻസിക് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പ്രാഥമികമായൊരു നിലപനം ഈ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട AC പൊട്ടിത്തെറിച്ചതാകാമെന്നൊരു നിഗമനമുണ്ട്. എന്നാൽ അതിനിടയിൽ തന്നെ ഇത്തരത്തിലൊരു ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട്. അതായത് ഏറെ നേരം ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷവും അതിൽ ആരാണ് എന്നതിനൊരു അവ്യവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും അവിടെ നിന്നാണ് ഇത് മരണപ്പെട്ട ആൾ പുരുഷനാണെന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ മുഖം അത്ര കണ്ട് കൃത്യമായി വ്യക്തതയുണ്ടായിരുന്നില്ല. 90% തീപ്പൊള്ളലേറ്റ നിലയിലായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹം ഉണ്ടായിരുന്നത്. അതായത് ആദ്യം നമുക്കൊരു ദൃക്സാക്ഷി വിവരണം ഉണ്ടായിരുന്നു. ഈ മൃതദേഹം ക്യാബിന് പുറത്ത് കിടക്കുന്ന നിലയിലായിരുന്നു വൈഷ്ണവയുടെ മൃതദേഹം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അതായത് ക്യാബിന് മുന്നിൽ ആയിരുന്നു. എന്നാൽ രണ്ടാമതുണ്ടായിരുന്ന ആളെ ആദ്യം കാണാൻ സാധിച്ചില്ല, അകത്തായിരുന്നു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചില വിരുദ്ധ അഭിപ്രായങ്ങൾ മറ്റു ചില ദൃക്സാക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദുരൂഹത ഉള്ളതായിട്ടുള്ളൊരു വിവരവും വരുന്നത്. അതായത് കുടുംബ പ്രശ്നമാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളും ഉള്ളതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഈ മരണപ്പെട്ട വൈഷ്ണവ ഭർത്താവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോടതിയിലടക്കം അത്തരം കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്ക് ആകെ നിലവിലെ CCTV ദൃശ്യം എന്ന് പറയുന്നത് അത് ട്രാഫിക്കിൻ്റെതാണ്. ട്രാഫിക്കിൻ്റെ CCTV ദൃശ്യങ്ങളിൽ ഒരു പുരുഷൻ കടന്നു പോകുന്നതായിട്ട് കണ്ടു എന്നടക്കം പറയുന്നുണ്ടെങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ അത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പുരുഷൻ ആര് എന്ന കാര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ ഒരു ആശങ്ക ഉള്ളത്. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. അതിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് മരണപ്പെട്ട രണ്ടാമത്തെ ആൾ പുരുഷനാണെന്ന് തിരിച്ചറിയുന്നതും പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോഴാണ് അതിൽ ലിംഗപരിശോധന അതിലാണ് ഇത്തരത്തിൽ പുരുഷനാണെന്ന് തെളിയുന്നത്. ഇനി DNA അടക്കം ഉള്ള പരിശോധനകൾ കൂടി കൂടുതൽ വ്യക്തമാവുള്ളൂ. നിലവിലൊരു സംശയമാണ് പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഇത്തരത്തിലൊരു അന്വേഷണത്തിലാണ് ഈ വൈഷ്ണവയുടെ ഭർത്താവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും അദ്ദേഹം മിസ്സിംഗ് ആണെന്നും അടക്കമുള്ള ചില വിവരങ്ങളും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ എത്ര കണ്ട് വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ, എത്ര കണ്ട് ഈ വിവരം എത്ര കണ്ട് അടിസ്ഥാനമുള്ളതാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം ചില വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ
വൈഷ്ണയുടെ ഭർത്താവ് ബിനുവിനായിട്ടുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തി വരികയാണ്. എന്തായാലും സ്ഥലത്ത് ഫോറൻസിക്കിന്റെ പരിശോധന നടന്നു വരികയാണ്. അതോടൊപ്പം ഇലക്ട്രിസിറ്റി വിഭാഗം KSEBയുടെ തന്നെ ഇലക്ട്രിസിറ്റി വിഭാഗത്തിന്റെ വിദഗ്ധ സംഘവും സംഭവ സ്ഥലത്ത് എത്തുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നടക്കമുള്ള കാരണങ്ങളും പരിശോധിക്കുന്നുണ്ട്. മറ്റ് ചില അട്ടിമറി സാധ്യതകളോ അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കുന്നു. എന്നാൽ ദൃക്സാക്ഷി വിവരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ പെട്രോളോ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒന്നും മണം ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ എത്തുമ്പോൾ അത്തരത്തിലുള്ള മണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതിനെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇനി പോലീസിന്റെ ഒരു അന്വേഷണം മാത്രമാണ് ഇതിനകത്ത്. അന്വേഷണത്തിലൂടെ തന്നെ ഇതിൽ കൃത്യതയും വ്യക്തതയും വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൃത്യമായൊരു സംഭവം എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയൂ. എന്തായാലും സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. ഫോറൻസിക്കിന്റെ അടക്കം വിദഗ്ധ സംഘം, അതുപോലെ തന്നെ KSEBയുടെ അടക്കം ഇലക്ട്രിസിറ്റി വിഭാഗത്തിലേക്ക് വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധന അടക്കം നടന്നു വരികയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ അപകടത്തിന് കാരണം, തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അടക്കമുള്ളതിലേക്ക് എത്താൻ കഴിയും. നിലവിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദൃക്സാക്ഷിയുടെ പ്രതികരണം കൂടി നമുക്ക് കാണാം. അതിലേക്ക് പെട്ടെന്നൊരു ഇടിയുടെ സൗണ്ട് കേട്ട്, ഇങ്ങനെ ശബ്ദം കേട്ട ഉടനെ ഞാൻ വിചാരിച്ച് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കണ്ണാടി നോക്കിയുടനെ മുകളിൽ ആളി കത്തുന്നത് പോലെ തോന്നി. അങ്ങനെ തോന്നി. ഞാൻ അപ്പം പെട്ടെന്ന് ഞാൻ ഇറങ്ങി ഓടി, ആരുമില്ലായിരുന്നു. അപ്പം ഞാൻ മക്കളെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ഒരു ഇതിന് ഞാൻ വെളിയിൽ ഇറങ്ങി ഓടി. അവിടെ എന്ത് സംഭവം നടന്നു എടുത്തു എന്നുള്ള കാര്യം എനിക്കറിഞ്ഞില്ല. ഇത് തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ്. സംഭവ സ്ഥലത്ത് ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുരൂഹത സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.